ഹായ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി? എല്ലാവരും ഞായറാഴ്ചയായിട്ട് അവരവരുടെ ഫാമിലി ആയിട്ട് നല്ല ക്വാളിറ്റി ടൈമുകൾ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരായിട്ട് നമ്മളെപ്പോഴും നല്ല ടൈമുകൾ മാക്സിമം നമ്മുടെ ഫ്രീ ടൈമുകൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഫേസ്ബുക്കിലൂടെ എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് ഏർണിങ്സ് ലഭിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. നമുക്ക് ഫേസ്ബുക്കിൽ ഏർണിങ്സ് ലഭിക്കണമെങ്കിൽ CM ടൂൾ ഓപ്പൺ ആവാനാണ്. ഈ CM ടൂൾ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഒരു ഏർണിങ്സ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇമേജസോ ഫോണിൽ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫോണിൽ ക്യാപ്ചർ ചെയ്ത ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്താവട്ടെ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു റൈറ്റിങ്സ് നിങ്ങളുടെ എഴുത്തോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ ഫോണിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളും കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഡിങ്സ് ആയിട്ട് ചെയ്യുന്ന കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ളവരാണെങ്കിൽ അവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പോസ്റ്റിനാവട്ടെ അതുപോലെ റൈറ്റിങ്സിനാവട്ടെ നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന എന്തിനാവട്ടെ നിങ്ങൾക്ക് കൂടുതൽ റീച്ചും ഫോളോവേഴ്സും എല്ലാം കിട്ടാൻ നിങ്ങൾക്ക് വളരെ നന്നായി ഉപകരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ഫേസ്ബുക്ക് എന്ന ടൂൾ, ഈ ആപ്ലിക്കേഷൻ ലോകമെമ്പാടും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു ഏർണിങ്സ് തരുന്ന രീതിയിലുള്ള ഒന്നാക്കി മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയ വീഡിയോ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ വീഡിയോസിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടൊരു പ്രൊഫൈലിനെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഏർണിങ്സ് എന്ന രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിൻ്റെ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പ്ലസ് എന്നൊരു ഐക്കൺ കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സ്റ്റോറി ഉണ്ട്, റീലുണ്ട്, ലൈവ് ഉണ്ട്, നോട്ട് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ എന്താണെന്ന് പിന്നീടുള്ള വീഡിയോസിൽ ഓരോന്നിനും ഓരോ